നിങ്ങൾക്കറിയാമോ, ലോകത്ത് ഈ ദിവസം വരെയും ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ഒരു നിഗൂഢ തിരോധാനത്തെക്കുറിച്ചാണ് ഇക്കുറി നാം ചർച്ച ചെയ്യുന്നത്. നൂറുകണക്കിന് കുടുംബങ്ങളുടെ കണ്ണീരിൻ്റെയും പ്രതീക്ഷകളുടെയും ആശങ്കകളുടെയും ആകെ തുകയായൊരു സംഭവം. ഈ ലോകം എത്ര വലുതാണെന്നും ചന്ദ്രനിൽ വരെ എത്തിയിട്ടും ഈ ഭൂമിയെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നും വ്യക്തമാക്കുന്ന ഈ സംഭവത്തെക്കുറിച്ച് പറയണമെങ്കിൽ നാം 10 വർഷം പിന്നോട്ട് പോകണം. കൃത്യമായി പറഞ്ഞാൽ 2014 മാർച്ച് 8. മലേഷ്യയിലെ ക്വാലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പ്രാദേശിക സമയം പുലർച്ചെ 12:42. എയർപോർട്ടിലെ റൺവേ 32R നിന്നും മലേഷ്യൻ എയർലൈൻസിൻ്റെ MH370 ഫ്ലൈറ്റ് മുന്നോട്ട് നീങ്ങി. ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷാ എയർ ട്രാഫിക് കൺട്രോളുമായി സാധാരണ പോലെ തന്നെ ആശയവിനിമയം നടത്തി. ഫ്ലൈറ്റ് പറന്നു പൊങ്ങാനും ഏകദേശം 35,000 അടി ഉയരത്തിൽ സഞ്ചരിക്കാനും 12:46 എയർ കൺട്രോൾ ട്രാഫിക് വിമാനത്തിന് അനുമതി നൽകി. ചൈനയിലെ ബെയ്ജിംഗ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 227 യാത്രക്കാരും 12 ജീവനക്കാരുമായി ആ വിമാനം യാത്ര ആരംഭിച്ചു. കൃത്യം 1:08 തങ്ങൾ 35,000 അടി ഉയരത്തിൽ എത്തിയെന്നും ലക്ഷ്യസ്ഥാനത്തേക്കുള്ള സഞ്ചാരം ആരംഭിച്ചുവെന്നും ക്യാപ്റ്റൻ എയർ ട്രാഫിക് കൺട്രോളിന് സന്ദേശം കൈമാറി. അതൊരു യാത്രയായിരുന്നു. ഈ ഭൂമിയിലെ നിഗൂഢ സംഭവങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കാനുള്ള ഒരു യാത്ര. മലേഷ്യൻ എയർലൈൻസിൻ്റെ ക്വാലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഹബ്ബിൽ നിന്ന് ബീജിംഗ് ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നടത്തുന്ന 2 പ്രതിദിന ഫ്ലൈറ്റുകളിൽ ഒന്നായിരുന്നു ഇത്. വിമാനത്തിൽ 2 പൈലറ്റുമാരും 10 ക്യാബിൻ ക്രൂവും 227 യാത്രക്കാരും 14,296 കിലോഗ്രാം ലഗേജും ഉണ്ടായിരുന്നു. ഇതിനിടെ വിയറ്റ്നാമീസ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് വ്യതിചലിക്കാനുള്ള നിർദ്ദേശം ക്വാലാലംപൂർ ATC നൽകി. ഗുഡ് നൈറ്റ് മലേഷ്യൻ 370 നിർദ്ദേശം പിന്തുടർന്ന പൈലറ്റിൽ നിന്ന് വന്ന മറുപടി ഇതായിരുന്നു. ഈ വിമാനത്തിൽ നിന്നും അവസാനമായി ലഭിച്ച സന്ദേശവും അതുതന്നെയായിരുന്നു. പിന്നീട് ഇന്ന് വരെ ആ വിമാനത്തിൽ നിന്നും എന്തെങ്കിലും സന്ദേശം ലഭിക്കുകയോ ആരെങ്കിലും ആ വിമാനത്തെ കാണുകയോ ചെയ്തിട്ടില്ല. MH370 എന്ന മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിന് എന്താണ് സംഭവിച്ചത്? പിന്നീട് നടന്നത് ലോകം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തെരച്ചിലായിരുന്നു. 52 ദിവസം നീണ്ടുനിന്ന ആദ്യഘട്ട തെരച്ചിലിൽ 336 സെർച്ച് ഫ്ലൈറ്റുകളാണ് ഉപയോഗിച്ചത്. 1.7 ദശലക്ഷം ചതുരശ്ര മൈൽ വ്യാപിച്ചുള്ള തിരച്ചിലായിരുന്നു ആദ്യഘട്ടത്തിൽ നടന്നത്. ഓസ്ട്രേലിയ, മലേഷ്യ, ചൈന സർക്കാരുകളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ വിമാനത്തിനായി തെരച്ചിൽ നടത്തിയത്. 2017 ജനുവരിയിൽ ഈ അന്വേഷണം അവസാനിപ്പിച്ചു. ഏകദേശം 46,000 ചതുരശ്ര മൈൽ പരിധിയാണ് തെരച്ചിലിൽ ഉൾപ്പെട്ടത്. ഇതിനായി ചെലവാക്കിയ തുക $150 മില്യൺ അമേരിക്കൻ ഡോളറായിരുന്നു. തെരച്ചിൽ അവസാനിച്ചെങ്കിലും മലേഷ്യൻ സർക്കാരിന് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. കാണാതായ വിമാനത്തിലെ യാത്രക്കാരുടെ ബന്ധുക്കളുടെ സമ്മർദ്ദം താങ്ങാനാകാതെ മലേഷ്യൻ സർക്കാർ വീണ്ടും തെരച്ചിലിനിറങ്ങി. ഓഷ്യൻ ഇൻഫിനിറ്റിയുമായി ചേർന്നായിരുന്നു ഇക്കുറി മലേഷ്യൻ സർക്കാർ വിമാനം തേടിയിറങ്ങിയത്. പക്ഷേ ഓഷ്യൻ ഇൻഫിനിറ്റിക്കും ഉത്തരം നൽകാനായില്ല. വിമാനം തകർന്നു എന്നുള്ള അവസാന റിപ്പോർട്ട് തയ്യാറാക്കാൻ മലേഷ്യൻ ഭരണകൂടത്തിന് സാധിക്കാത്ത സാഹചര്യമായിരുന്നു. കാരണം വിമാനം തകർന്നെന്ന് സ്ഥിരീകരിക്കാനാകുന്ന തരത്തിലുള്ള അവശിഷ്ടങ്ങളൊന്നും വീണ്ടെടുക്കാൻ സാധിച്ചില്ല. എന്നാൽ വിമാനത്തിൽ നിന്നുള്ളത് എന്ന് കരുതപ്പെടുന്ന ചില അവശിഷ്ടങ്ങൾ ആഫ്രിക്കൻ വൻകരയുടെ തീരങ്ങളിലും മഡഗാസ്കർ, മൗറീഷ്യസ്, റീയൂണിയൻ, റോഡ്രിഗസ് ദ്വീപുകളിൽ കണ്ടെത്തിയതായി വിവരമുണ്ടെങ്കിലും അതൊന്നും സ്ഥിരീകരിക്കാൻ വിദഗ്ധർക്ക് കഴിഞ്ഞിട്ടുമില്ല. 2015 ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഫ്രഞ്ച് ദ്വീപിലെ റീയൂണിയൻ തീരത്തടിഞ്ഞ വലിയ വസ്തു ബോയിങ് 777 ഫ്ലാപ്പറോൺ ആകാമെന്ന് അന്വേഷണ സംഘം പറയുന്നു. 2016 ഫെബ്രുവരിയിൽ മൊസാംബിക് തീരത്ത് ത്രികോണാകൃതിയിലുള്ള ഒരു ഫൈബർ ഗ്ലാസും നോ സ്റ്റെപ്പ് എന്നെഴുതിയ ഒരു അലൂമിനിയവും അടിഞ്ഞിരുന്നു. ടാൻസാനിയൻ ദ്വീപിലടിഞ്ഞ ഒരു വിമാനത്തിൻ്റെ വിംഗ് ഫ്ലാപ്പ് ബോയിങ് 777-ൻ്റേതാണെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോയായിരുന്നു അവശിഷ്ടം ബോയിങ് 777-മായി ഒത്തുനോക്കുകയും ഉറപ്പിക്കുകയും ചെയ്തത്. ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ തിരച്ചിലുകൾക്ക് ശേഷവും MH370 വിമാനത്തിനും അതിലുണ്ടായിരുന്ന 239 മനുഷ്യർക്കും എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. 4 വർഷം നീണ്ടുനിന്ന തിരച്ചിലിനും അന്വേഷണത്തിനും ശേഷം 495 പേജുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത്. വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നത് കണ്ടെത്താൻ സാധിക്കാതെയാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത്. സുരക്ഷാ അന്വേഷണ സംഘത്തിൻ്റെ തലവനായ കോക്സു ചോൻ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ തള്ളിക്കളഞ്ഞില്ല. പക്ഷേ എന്തിനാണ് എന്നതിൽ വ്യക്തത വരുത്താൻ അദ്ദേഹത്തിനുമായിട്ടില്ല. പൈലറ്റ് സഹാരി അഹമ്മദ് ഷാ,
ഫസ്റ്റ് ഓഫീസറായ ഫാരിഖ് അബ്ദുൽ ഹമീദ് എന്നിവരുടെ പശ്ചാത്തലം പൂർണ്ണമായും പരിശോധിച്ചായിരുന്നു റിപ്പോർട്ട്. യാത്രക്കാരുടെ സാമ്പത്തിക സാഹചര്യം, ആരോഗ്യം, ശബ്ദം തുടങ്ങിയവയും പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അവയിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിമാനത്തിൻ്റെ തിരോധാനം വീണ്ടും വാർത്തകളിൽ നിറയുന്നത് എന്നതാണ് ഏറെ പ്രധാനം. 10 വർഷങ്ങൾക്കിപ്പുറം കാണാതായ മലേഷ്യൻ വിമാനത്തിൻ്റെ സിഗ്നൽ ലഭിച്ചു എന്ന് വെളിപ്പെടുത്തൽ വന്നതോടെയാണ് MH370 എന്ന മലേഷ്യൻ ഫ്ലൈറ്റ് വാർത്തകളിൽ വീണ്ടും നിറയുന്നത്. ഓസ്ട്രേലിയയുടെ തീരത്തുള്ള ഒരു ഹൈഡ്രോകോസ്റ്റിക് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചെടുത്ത ഓഡിയോ സിഗ്നലുകൾ ഈ മലേഷ്യൻ വിമാനത്തിൽ നിന്നുള്ളതാണെന്ന് കാർഡിഫ് സർവകലാശാലയിലെ ഗണിതശാസ്ത്രജ്ഞനായ ഡോക്ടർ ഉസാമ ഖദ്രി അവകാശപ്പെടുന്നു. മലേഷ്യൻ എയർലൈൻസിൻ്റെ വിമാനം 7ാമത്തെ ആർക്കിന് സമീപം തകർന്നു വീണതായിരിക്കുമെന്നാണ് ഔദ്യോഗിക അന്വേഷണ സംഘങ്ങളുടെ നിഗമനം. വിമാനവും ഇൻമാർസാറ്റും തമ്മിലുള്ള അവസാന ആശയവിനിമയം രേഖപ്പെടുത്തിയത് ഈ സ്ഥലത്തു നിന്നാണ്. കടൽ സ്ഫോടനം എന്ന പുതിയ രീതിയാണ് ഡോക്ടർ ഉസാമ ഖദ്രി മുന്നോട്ട് വയ്ക്കുന്നത്. പഠനമനുസരിച്ച് 7ാം ആർക്കിൽ ഭൂഗർഭജല സ്ഫോടനങ്ങൾ നടത്തണമെന്നും ചുറ്റുമുള്ള പ്രദേശത്തെ ഹൈഡ്രോ അക്കോസ്റ്റിക് സ്റ്റേഷനുകളിൽ ഉൽപ്പന്നമായി ലഭിക്കുന്ന സിഗ്നലുകൾ നിരീക്ഷിക്കണമെന്നുമാണ് സയന്റിഫിക് റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ റിപ്പോർട്ട് പറയുന്നത്. അതേസമയം വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കംബോഡിയയിലെ വനത്തിനുള്ളിൽ ചിതറിക്കിടക്കുന്നതായി അവകാശപ്പെട്ട് ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ഇയാൻ വിൽസൺ രംഗത്തെത്തി. ഗൂഗിൾ മാപ്പിൽ മലേഷ്യൻ എയർലൈൻസ് വിമാനം കണ്ടതായി അദ്ദേഹം വെളിപ്പെടുത്തി. താനും സഹോദരൻ ജാക്കിയും അത് കണ്ടെത്തുന്നതിനായി കംബോഡിയയിലേക്ക് പറന്നു. നോം ഓവൽ കൊടുമുടിക്ക് വടക്ക് 4 മൈൽ അകലെയുള്ള കഠിനമായ കാലാവസ്ഥയുമായി പോരാടിയതിനു ശേഷം അവശിഷ്ടങ്ങൾക്കായുള്ള തിരച്ചിൽ ഉപേക്ഷിക്കാൻ താൻ നിർബന്ധിതനായി എന്നും അദ്ദേഹം പറയുന്നു. 2021 ഡിസംബറിൽ മലേഷ്യൻ എയർലൈൻസിൻ്റെ MH370 വിമാനം തകർന്ന സ്ഥലം കണ്ടെത്തിയതായി അവകാശപ്പെട്ട് ബ്രിട്ടീഷ് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ റിച്ചാർഡ് ഗോഡ്ഫ്രൈ രംഗത്തെത്തിയിരുന്നു. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്ന് ഏകദേശം 2000 കിലോമീറ്റർ പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബോയിങ് 777 തകർന്നു വീണുമെന്നാണ് ഗോഡ്ഫ്രൈ അന്ന് പറഞ്ഞത്. വ്യത്യസ്ത ഡേറ്റ സൈറ്റുകൾ ഉപയോഗിച്ച് നടത്തിയ പഠനപ്രകാരമാണ് താൻ ഇക്കാര്യം പറയുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഇൻമാർസാറ്റ് സാറ്റലൈറ്റ് ഡേറ്റ, ബോയിങ് ഡേറ്റ, ഓഷ്യാനോഗ്രാഫിക് ഫ്ലോട്ടിംഗ് ഡെബ്രിസ് ഡ്രിഫ്റ്റ് ഡേറ്റ, WSPR നെറ്റ് ഡേറ്റ എന്നിവയെല്ലാം സംയോജിപ്പിക്കാൻ മുൻപ് ആരും ശ്രമിച്ചിട്ടില്ലെന്നാണ് ഗോഡ്ഫ്രേ അന്ന് ചൂണ്ടിക്കാട്ടിയത്. തങ്ങൾ ഈ പുതിയ ആശയത്തിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അത് MH370 പ്രയോഗിക്കാനുള്ള ആത്മവിശ്വാസത്തിൽ എത്തിയെന്നും ഗോഡ്ഫ്രേ പറഞ്ഞിരുന്നു. ഗോഡ്ഫ്രേയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 40 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ മറ്റൊരു തിരച്ചിലിനുള്ള നിർദ്ദേശം സമർപ്പിച്ചെന്ന റിപ്പോർട്ടുകൾ വന്നെങ്കിലും അതിലും വലിയ പുരോഗതിയൊന്നും പിന്നീട് ഉണ്ടായില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏകദേശം 33 ഡിഗ്രി തെക്കും 95 ഡിഗ്രി കിഴക്കുമാണ് ഡേറ്റ കണക്കുകൂട്ടലുകളുമായി നിർണ്ണയിക്കപ്പെട്ട കൃത്യമായ പോയിന്റ്. നേരത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ MH370 വേണ്ടി 2 തവണ വിപുലമായ തെരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും വിമാനത്തിൻ്റെ ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ വെള്ളത്തിനടിയിൽ 4000 മീറ്റർ താഴ്ചയിൽ വരെയാകാമെന്നാണ് ചില വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത്തരം വാദങ്ങളുടെ അടിസ്ഥാനമോ ശാസ്ത്രീയതയോ ഇനിയും അവർ പോലും വിശദീകരിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇതിനൊന്നും മലേഷ്യൻ സർക്കാരോ മറ്റ് ഭരണകൂടങ്ങളോ ഔദ്യോഗിക സ്ഥിരീകരണവും നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത. വിമാനം കാണാതായത് സംബന്ധിച്ച് നിരവധി വാദങ്ങളുമായി നിഗൂഢ സിദ്ധാന്തക്കാരും രംഗത്തുണ്ട്. അന്യഗ്രഹ ജീവികളുടെ തട്ടിക്കൊണ്ടുപോകൽ, ഉത്തര കൊറിയൻ പങ്കാളിത്തം, ഇൻഷുറൻസ് കുംഭകോണം തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാർ ഉയർത്തുന്നത്. എന്നാൽ വിമാനം എവിടേക്കാണ് പോയതെന്ന് ആർക്കും വെളിപ്പെടുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മറ്റു ചില വിചിത്ര സിദ്ധാന്തങ്ങൾക്കും വിമാനം എവിടേക്കാണ് പോയതെന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾക്ക് എന്ത് സംഭവിച്ചുവെന്നും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാനവരാശിയുടെ ചരിത്രത്തിലെ മറ്റു പല നിഗൂഢ സംഭവങ്ങളും പോലെ ഇന്നും അവശേഷിക്കുകയാണ് എയർ കൺട്രോൾ ട്രാഫിക്കിലേക്ക് ശുഭരാത്രി നേർന്ന് അവസാന സന്ദേശം അയച്ച ശേഷം മാഞ്ഞുപോയ MH370 എന്ന മലേഷ്യൻ ഫ്ലൈറ്റ്. ഒപ്പം അതിലുണ്ടായിരുന്ന 239 മനുഷ്യരും.